ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാർക്കോ മാർക്കോ മാർക്കോ, എവിടെ നോക്കിയാലും മാർക്കോ ആണ്. അതില് ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയില്ല. കാരണം ഉണ്ണി മുകുന്ദൻ ഇ- ഈ ഒരു സ്റ്റാർഡത്തില് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോൾ സാധാരണ തോന്നാത്ത അധികം ഒരു ഭയങ്കര സന്തോഷം. അതിന്റെ റീസൺ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കാൻ പറ്റും. കാരണം എന്തോ ഇദ്ദേഹത്തിന് ഈ ഒരു ലെവലിലേക്ക് വന്നപ്പോ നമുക്ക് പേഴ്സണലി നമ്മളൊരു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആണ് മാത്രമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിലെത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. ഉള്ളില് എന്തോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അറിയുന്ന നമ്മുടെ റിലേഷനിലുള്ള ഒരാൾക്ക് ഒരു എന്തോ വലിയ സക്സസ് വന്ന പോലത്തെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. അത് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം നൂറിരട്ടിയായിട്ട് കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള ഇഷ്ടം മുന്നേ ഇഷ്ടമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം, പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനോട്. മേ ബി അതിന് ലുക്കോ ഫിസിക്കോ കൊണ്ടായിരുന്നിരിക്കാം ഒരു ഇഷ്ടം തോന്നിയത്. പക്ഷെ ഇപ്പൊ അത് കംപ്ലീറ്റ്ലി നമ്മളൊരു ഫാനാക്കി മാറ്റി കഴിഞ്ഞു. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ, അതിനുശേഷമുള്ള ഈ പാൻ ഇന്ത്യൻ ലെവലിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു വളർച്ച, നമ്മുടെ എന്താ പറയാ, മലയാള സിനിമ അതിന്റെ കൂടെ മലയാള സിനിമയും കൂടിയാണ് അദ്ദേഹം. മാർക്കോ അതിന്റെ കൂടെ മലയാള സിനിമയും കൂടിയാണ് ആ ലെവലിലേക്ക് അദ്ദേഹം എത്തിച്ചത്. സോ എല്ലാം കൊണ്ടും ഇപ്പം ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഉണ്ടായത് പുതിയ മുഖമൊക്കെ ഇറങ്ങിയ ടൈമിൽ പൃഥ്വിരാജിനോട് ഉള്ള ഒരു സ്റ്റാർഡം, ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്ക് ഫാനായി മാറുന്ന അതായിരിക്കും. അപ്പൊ ഇപ്പൊ എന്താ പറയാ, അതിന്റെ കൂടെ എനിക്ക് രണ്ട് മൂന്ന് അപ്ഡേറ്റുകളും കാര്യങ്ങളും കൂടി ഈ വീഡിയോയിൽ പറയാനുണ്ട്. കാരണം നിർത്താതെ എങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ അപ്ഡേറ്റുകൾ, ഓരോരോ അച്ചീവ്മെന്റ്സ് മാർക്കോക്കി. കാരണം ബോളിവുഡിൽ നമ്മൾ ഇന്നേ വരെ എത്തിപ്പെടാത്ത ലെവലില് ഒരു മലയാള സിനിമ എത്തി. അവിടുത്തെ സിനിമകളെ പോലും, അവിടുത്തെ സ്റ്റാർസ് സിനിമകളെ പോലും വീഴ്ത്തിയിട്ട്, പുഷ്പേനെ അവിടുത്തെ ഇതിനെ വീഴ്ത്തിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 50 തിയേറ്ററിൽ നിന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 300 മേൽ, 1000 മുകളിൽ ഷോസ് ആയിട്ട് സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. അപ്പോൾ അതിന്റെ കൂടെ തെലുങ്ക് റിലീസ് ചെയ്ത് 1-ാം തീയതി. തെലുങ്ക് റിലീസ് ചെയ്തപ്പാണെങ്കിൽ തെലുങ്കിലെ ഇന്നേ വരെ മലയാള സിനിമക്ക് കിട്ടിയ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ 1.75 crore ആണ് തെലുങ്ക് നാട്ടിൽ നിന്ന് ആ മാർക്കോ എന്ന് പറയുന്ന നമ്മുടെ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സോ അത് വേറൊരു അച്ചീവ്മെന്റ്. ഇപ്പൊ തമിഴിൽ റിലീസ് ആയിട്ടുണ്ട്. എവിടെയൊക്കെ റിലീസ് ആവുന്നു അവിടെയൊക്കെ ഗംഭീര പ്രതികരണം. ഹിന്ദിയിലാണ് ഏറ്റവും, ബോളിവുഡിനാണ് സത്യത്തിൽ ഇത് ആകെ ഒലച്ച പോലെ. കാരണം ഓരോ ദിവസവും കൂടിക്കൂടി ഒരു ആൾക്കാർ കൂടി വരുന്നതാണ്. മലയാളത്തിൽ ഞാൻ എപ്പോഴും നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ്. മലയാള സിനിമേന്റെ കണ്ടന്റിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആക്ടേഴ്സിന്റെ പൊട്ടൻഷ്യൽ അറിയാം. പക്ഷേ ഭയങ്കര സങ്കടം എനിക്ക് ലാലേട്ടനൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്, ലാലേട്ടൻ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നടനായ ലാലേട്ടനെ ഇപ്പോഴും ഈ അറിയാത്ത ഒരുപാട് പേര് നമ്മൾ ഇന്ത്യയിലുണ്ട്. സോ അതൊക്കെ നമുക്ക് അത് വേറെ പല മാറ്റേഴ്സ് ആണ്. കാരണം ഇപ്പോഴും ഇത് എന്താ പറയാ, അതാണ് നമ്മൾ ഓരോ സബ്ജക്ട് എടുത്ത് ആ ലെവലിൽ. ഇപ്പൊ ലൈക്ക് യശ് പ്രസിദ്ധനായ പോലെ, അല്ലെങ്കിൽ പ്രഭാസ് വന്നിട്ട് ഈ ലെവലിലെത്തിയ പോലെ. പ്രഭാസാണ് ആദ്യം നമ്മളെ അറിയപ്പെടുന്ന പാൻ ഇന്ത്യൻ സ്റ്റാർ പ്രഭാസ്, പിന്നെ യശ്. അതിനുശേഷം നമ്മുടെ ഉണ്ണി മുകുന്ദനാണ് സ്വന്തം റീജിയണൽ ലാംഗ്വേജിൽ നിന്നൊരു മൂവി ചെയ്തിട്ട് അത് പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെട്ട ഒരു സ്റ്റാർഡം. അതിലെ വേറെ സ്റ്റോറിയോ സിനിമയോ ഒന്നും ആയിട്ടല്ല, ആ സ്റ്റാർ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ക്യാരക്ടറാണ് നമ്മുടെ KGF-ല് റോക്കി ബൈ പോലെ, പ്രഭാസിന്റെ ബാഹുബലി പോലെ അതേ ലെവലിലേക്ക് എത്തിയ നമ്മൾ ഉണ്ണിമുകുന്ദൻ മാത്രമാണ് മലയാളത്തിന്. അതിന്റെ സന്തോഷം ഭയങ്കര. എന്താ പറയാ, അദ്ദേഹത്തിന് ഓരോ എന്തോ എനിക്ക് തോന്നുന്നു മേ ബി അദ്ദേഹത്തിന്റെ ഡയലോഗ് പോലെ, ആ സിനിമ മാർക്കോയുടെ ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ വന്നപ്പോ മുതല് ഒരുപാട് പേര് ഇനി ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞത് സത്യസന്ധമായി അങ്ങനെ തന്നെയായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം മലയാളത്തിൽ നിങ്ങൾ ഈ ഒരു എത്ര വലിയ ആക്ടേഴ്സ് നമ്മൾ മലയാളത്തിലുണ്ട്. പക്ഷെ ഈ ഉണ്ണിമുകുന്ദൻ ഇപ്പൊ എത്തി നിൽക്കുന്ന ഇതിലേക്ക് ഉണ്ണിമുകുന്ദൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആ ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രമല്ല, ഒരുപാട് പഴികൾ കേട്ട് വെറുതെ ഒരു കാര്യമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പല രാഷ്ട്രീയത്തിന്റെയും പല കാര്യത്തിന്റെയും പേരിൽ അദ്ദേഹത്തിനെ വെറുതെ മെക്കിട്ട് കയറിയിട്ട് ആ ഒരാള് അവിടെ നിന്നിട്ട് ഇപ്പം ഏറ്റവും ടോപ്പില് എന്താ പറയാ, ഏറ്റവും ഹയസ്റ്റില് ആ ലെവലിൽ എത്തി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് പേഴ്സണലി നമ്മൾ എന്തോ അച്ചീവ് ചെയ്ത പോലെ തോന്നുന്നു. ഭയങ്കരമായിട്ട് സന്തോഷം, ഭയങ്കര ഒരു സന്തോഷം അതില്. സോ അതിന്റെ കൂടെയാണ് ഇനിയിപ്പം ഓരോരോ അച്ചീവ്മെന്റ്സ് ആണ്. കാരണം ബോളിവുഡിനെ ഇതാക്കി പോകുന്നു, തെലുങ്കിൽ പോയപ്പോ ആവട്ടെ, ഇനിയിപ്പോ ഒക്കെ കഴിഞ്ഞത് കൊറിയയിലേക്ക്. ഇതൊക്കെ ഒഫീഷ്യലി നമ്മുടെ മാർക്കോ, ഉണ്ണിമുകുന്ദനും അവരുടെ ടീമും തന്നെ പുറത്തു വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, തെലുങ്കില് ഫസ്റ്റ് ഡേ ഹയസ്റ്റ് എവർ ഗ്രോസ് മലയാളം മൂവിയാണ്. ഇനി ബാഹുബലിക്ക് ശേഷം അടുത്ത നെക്സ്റ്റ് ഒരു ഇന്ത്യൻ സിനിമ കൊറിയയിൽ റിലീസ് ചെയ്യാൻ പോകുന്നത് മാർക്കോ ആണ്. ബ്ലഡി സൂൺ എന്നാണ് അവർ പോസ്റ്ററിൽ പറയുന്നത്. അതായത് ബാഹുബലി ആണ് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കൊറിയയിൽ റിലീസ് ചെയ്ത ഒരൊറ്റ ഇന്ത്യൻ പടം. അതിനുശേഷം മാർക്കോ ആണ് കൊറിയയിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ ഇവരുടെ എഫേർട്ടിനെ ഭയങ്കര. കാരണം എനിക്കറിയാം ഉണ്ണിക്ക് എപ്പോഴും എല്ലാവരും ഇന്റർവ്യൂവിൽ പറയുന്ന പോലെ, എസ്പെഷ്യലി പ്രൊഡ്യൂസർ പറഞ്ഞ പോലെ, ഉണ്ണിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഈ സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. സോ ഉണ്ണി മുകുന്ദന് അറിയാം ഇത് ബോളിവുഡില് എന്താണല്ലോ അദ്ദേഹത്തിന് ഒന്ന് ഓൾറെഡി
ഗുജറാത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടും അവിടെ ഹിന്ദി ഭാഷ ഭയങ്കര ഫ്ലുവന്റ് ആയതുകൊണ്ടും മേ ബി ഈ ഒരു സബ്ജക്ട് ഇന്ത്യയിലേക്കുള്ള ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബോളിവുഡിലേക്ക് കുറച്ച് കൂടുതൽ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് അവിടെ അതുപോലെ സക്സസ് ആയി. ഇനി ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇങ്ങനത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സെല് ചെയ്യാൻ പോകുന്നത് കൊറിയൻ മാർക്കറ്റിലാണ്. സോ അവരൊക്കെ ഈ മൂവിന്റെ ഈ ഒരു സക്സസിന്റെ കൂടെ തന്നെ അവരുടെ അണിയപ്രവർത്തകരുടെ അവിടെ അവരൊരു എന്താ പറയുക നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ചെയ്യുന്ന ഉണ്ണിമുന്തടക്കം പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാവരും ആ ഒരു അവരുടെ പ്ലാൻ ആണതൊക്കെ ഏത് മാർക്കറ്റിൽ എങ്ങനെ ഏത് രീതിയിൽ ഒരു സിനിമ കൊണ്ടുവരാം എന്നുള്ളത് അതൊക്കെ ഭയങ്കരമായിട്ട് കറക്റ്റ് ആണ്. അത് അവരാ ചെയ്തു, അതിന് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾക്ക് ഇതുപോലെ നമ്മൾ എത്ര സിനിമകൾ കണ്ട്, കൊത്ത, സയ്യപ്പ്, മറ്റേ ഇഷ്ടംപോലെ സിനിമ, കടുവയാണെങ്കിലും നമ്മൾ ഈ അടുത്ത് പോലും ഇപ്പൊ ARM പല സിനിമകളും എല്ലാം ഈ അടുത്ത് ഇറങ്ങുന്ന മലയാളത്തിലെ പല സിനിമകളും ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അവരെല്ലാം മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എത്തിയ പോലെ ഒരു സിനിമ ഇന്നുവരെ മലയാളത്തിൽ എത്തിയിട്ടില്ല. അത് ആ സിനിമ പ്രവർത്തകരുടെ ഉണ്ണിമുഖത്തിൽ അടങ്ങുന്ന ആളുകളുടെ ഭാഗ്യം എന്ന് പറയില്ല, നമ്മുടെ സമയം ഒക്കെ കൂടിയാണ്. കാരണം ഇപ്പം ഇന്ത്യയില് ബോളിവുഡിൽ നിന്നാണ് നമുക്ക് എപ്പോഴും നമ്മള് ഒരു അവർ വലിയ ഇൻഡസ്ട്രി എന്നാൽ ഇന്ത്യയിലേക്ക് വലിയ ഇൻഡസ്ട്രി അവരാണ്. പക്ഷെ കണ്ടന്റ് വൈസ് ഒന്നല്ല, കണ്ടന്റ് വൈസ് നമ്മളെ നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്നതൊക്കെ നമ്മളെ മലയാളം ഇൻഡസ്ട്രി ആണ്. പക്ഷെ അവരായിരുന്നു വലിയ രാജാക്കന്മാരായിട്ട് ഇന്റർനാഷണലി ഇപ്പൊ ഫോറിൻ ആക്ടേഴ്സിനും ആകെ അറിയാം ബോളിവുഡ് മാത്രമാണ്. നമ്മൾ പല ഇന്റർവ്യൂസിന് ഫോറിൻ ആക്ടേഴ്സിനെ കാണുമ്പോൾ അവർക്ക് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് ആണ്. സോ ആ ഒരു മിസ്കൺസെപ്ഷൻ അവർക്ക് ഉണ്ട്. സോ അങ്ങനെ നിൽക്കുന്ന അവിടെ മലയാളം എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ തിയേറ്ററിൽ ഓരോ ദിവസവും പ്രേക്ഷകർ എണ്ണം കൂടുന്നു, തിയേറ്റർ ഷോസ് കൂടി വരാറുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതുവരെയും ഒരു മലയാള സിനിമയ്ക്ക് എത്തിപ്പിടിക്കാത്ത ആ ഒരു സംഭവം കൂടി നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഉണ്ണിമുകുന്ദന് അതിലുള്ള മെറ്റീരിയൽ ആണ്. ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ ഉണ്ണിമുകുന്ദന്റെ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ തലേന്ന് ചെയ്ത വീഡിയോ നിങ്ങൾ പറ്റണമെന്ന് പോയി കാണാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അത് ക്യാരി ചെയ്യാനുള്ള ഫിസിക്കും ലുക്കും അത് അദ്ദേഹത്തിനാണ്. ഇപ്പൊ നമ്മൾ ദുൽഖർ ആണെങ്കിലും ആരാണെങ്കിലും അല്ല, ഉണ്ണിമുകുന്ദനാണ് ഒരു യഷിനെ പോലത്തെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരാളെ മുമ്പിൽ കൊണ്ട് നിർത്താൻ പറ്റിയ ഒരാള് അത് ഉണ്ണിമുകുന്ദനാണ്. സ്റ്റൈൽ വൈസ് എല്ലാം കൊണ്ടും. സോ അത് ആപ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് തന്നെ ആ പട്ടം ചാർത്തി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഒറ്റയ്ക്ക് സ്വന്തം അധ്വാനം കൊണ്ട് ഗുജറാത്തിൽ നിന്ന് ഒരാൾ നാട്ടിൽ വന്നിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയെങ്കിൽ അത് ഭയങ്കര അദ്ദേഹത്തിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. അതിനിടയിൽ അദ്ദേഹം നേരിടേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പം ഇത് സത്യത്തിൽ ഇപ്പം കുറച്ച് മാർക്കോ ഇറങ്ങിയപ്പോൾ 20-ാം തീയതി മുതൽ ഇപ്പൊ ഇത്ര ദിവസമായിട്ട് മാർക്കോ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും എല്ലാ സ്ഥലത്തും ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയം. സോ ഇനിയിപ്പോ നമ്മൾ കൊറിയയിലും കൂടി റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ അവിടെയും കൂടി ഒരു ചരിത്രം സൃഷ്ടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിങ്ങനെ കാരണം ഈ ഒരു യൂണിവേഴ്സൽ സബ്ജക്ട്, ഈ ആക്ഷൻ മൂവീസ് എന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. നമ്മുടെ ഒരു ഫാമിലി, നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നു, നമ്മളത് റിവെഞ്ച് പോകുന്ന പറഞ്ഞാൽ യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. ഏത് ലോകത്തുള്ള ഇനി ഏത് ഭാഷ ആയിക്കോട്ടെ, ലോകത്തുള്ള മനുഷ്യന്മാർക്ക് വേഗം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ് ഈ ആക്ഷനും ഈ ഒരു റിവെഞ്ചും. സോ അതുകൊണ്ടൊക്കെ തന്നെ ഇതിന് ഭയങ്കരമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഏത് ലാംഗ്വേജിലും പോയിട്ട് ഇറക്കാം. കാരണം എസ്പെഷ്യലി ആ മേക്കിംഗ് അവർ ഇന്റർനാഷണൽ ലെവലിൽ ചെയ്തുകൊണ്ടാണ് അതിനുള്ള ഒരു പോസിബിലിറ്റി വരുന്നത്. സോ കൊറിയയിൽ പോയിട്ട് ഇപ്പൊ അവരുടെ ഒരു ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആ കൊറിയൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജോണറാണിത്. നമ്മൾ ഒരുപാട് കൊറിയൻ മൂവീസ് കാണാനാണ്. സോ എന്തായാലും ഇതിങ്ങനെ തുടരട്ടെ. ഇതിങ്ങനെ പോയിട്ട് ഉണ്ണിമുഖത്തിനെ കളിയാക്കിയവരും ഉണ്ണിമുഖത്തിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് പേര് നമുക്കറിയാം. യൂട്യൂബേഴ്സ് പല പേരും ഇപ്പം പൊന്തി വരുന്നുണ്ട് പല വീഡിയോകളും. ചില ആള് വന്നിട്ട് ഉണ്ണിമുഖത്തിനൊരു അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിചാരിക്കുന്നത്, ഏകദേശം അതേ പേരിൽ ഒരാൾ തന്നെ. ഉണ്ണിമുകുന്ദൻ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നെങ്കിൽ എന്നെ എങ്ങനെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഉണ്ണിമുകുന്ദൻ മോഹൻലാൽ മമ്മൂട്ടി അല്ലല്ലോ എന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ട്. സോ അദ്ദേഹമൊക്കെ ഇപ്പൊ എന്ത് ആലോചിക്കുന്നു അല്ലെ. എന്തായാലും ഇങ്ങനെ ഒരുപാട് കളിയാക്കലുകളും ഇതൊക്കെ കേട്ടത് കൊണ്ടായിരിക്കാം ഈ ലെവലില്, അതായത് മലയാള സിനിമയിൽ ഇതുവരെയും ഒരു ആക്ടർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഈ ഒരു സ്റ്റാർട്ടത്തിൽ ഉണ്ണി ഇപ്പൊ നിൽക്കുന്നത്. സോ ഭയങ്കര സന്തോഷം. ഇനിയും വീഡിയോസ് ഒരുപാട് ചെയ്യാനുണ്ട്. അടിപൊളി കൊണ്ട് കാണാം. ബൈ.